മഴയ്ക്ക് പിന്നാലെ കടൽ കൂടി പ്രക്ഷുബ്ധമായതോടെ വീട് തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആലപ്പുഴ പുറക്കാട് സ്വദേശി അനീഷും കുടുംബവും. കടൽ കലിതുള്ളിയെത്തിയതോടെ വീട് നഷ്ടപ്പെട്ട് ക്യാമ്പിൽ അഭയം തേടിയ ഇവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ അനീഷും കുടുംബവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ അവസ്ഥയാണ്. കെട്ടുതാലി വിറ്റ് കെട്ടിപ്പൊക്കിയ സ്വപ്നത്തിന്റെ ചുവരുകളായിരുന്നു. ശാന്തമായി മാത്രം എത്തിയിരുന്ന തിരമാലകൾ പലതവണ കരതൊട്ടെങ്കിലും കലിതുള്ളിയെത്തില്ല എന്ന വിശ്വാസമായിരുന്നു അവർക്ക്. അധികാരികൾ എന്നോ കൈയൊഴിഞ്ഞ അവരുടെ ജീവിതത്തിലേക്ക് ഒടുവിൽ കടലും കനിവ് തെല്ലില്ലാതെ ഇരച്ചെത്തി. ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ സ്വപ്നങ്ങളെയും കവർന്നെടുത്തുകൊണ്ട് 5 പവൻ്റെ സ്വർണം വെറ്റാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും നമ്മൾ ക്യാമ്പ് പിരിച്ചു വിടുമ്പോൾ നമുക്ക് താമസിക്കാനായിട്ട് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിനകത്ത് വന്ന് കിടക്കാൻ പറ്റത്തില്ല. അമ്പലപ്പുഴ പുറക്കാട് സ്വദേശി അനീഷിന്റെ വീടാണ് കഴിഞ്ഞ ദിവസത്തെ കടൽക്ഷോഭത്തെ തുടർന്ന് നിലം പതിച്ചത്. പ്രായമായ അച്ഛനും അമ്മയും കുട്ടികളും ഉൾപ്പെടെ 6 പേരടങ്ങുന്ന കുടുംബം ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ തണലിലാണ് അന്തി ഉറങ്ങുന്നത്. പുലിമുട്ടോ സംരക്ഷണ ഭിത്തിയോ വേണമെന്ന ആവശ്യം പലകുറി അധികാരികളെ അറിയിച്ചതാണ്. എന്നാൽ മതിയായ നീളത്തിലും കൃത്യമായ അകലത്തിലും പുലിമുട്ടുകൾ നിർമ്മിക്കാഞ്ഞതാണ് മറ്റൊരു കടൽക്ഷോഭത്തിന് കൂടി കാരണമായത്. ഇതോടെ ഇല്ലാതായതാകട്ടെ ഒരു കുടുംബത്തിൻ്റെ ചിരകാല സ്വപ്നവും. ഇനി ഇവർക്ക് വേണ്ടത് അന്തി ഉറങ്ങാൻ ഒരു പിടി മണ്ണും ഒരു കിടപ്പാടവുമാണ്. തീരദേശ ജനതയുടെ തീരാ നൊമ്പരമാണിത്. കടല് കലിതുള്ളി കരയിലേക്ക് എത്തുമ്പോൾ തകരുന്നത് കിടപ്പാടങ്ങളോടൊപ്പം ഇവരുടെ ജീവിത സ്വപ്നങ്ങൾ കൂടിയാണ്. ആർ ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.